ഹായ് ഗായ്സ്, എനിക്ക് പനി പിടിച്ചിട്ടാ. അതുകൊണ്ട് തൊണ്ടയ്ക്ക് ഇച്ചിരി കരകരപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ചെറുപയർ തോരനാട്ടോ. ചെറുപയർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ, ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ അതെല്ലാം ഇട്ട് ചതച്ചിട്ട് പിന്നെ ഉണക്കമുളകും അക്കാരി ഇടിച്ചിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും മൂത്ത് കഴിഞ്ഞ് ഉണക്കമുളകും ഇട്ട് ചതച്ചിട്ട് അങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ ചെറുപയർ വേവിച്ചത് അതിലിടും. എന്നിട്ട് ഇച്ചിരി തേങ്ങയും കൂടി ചിരണ്ടിയിടും. അങ്ങനെ ചെറുപയർ റെഡിയായി. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ തക്കാളി ചാറ് കറിയാട്ടോ. തക്കാളിയും സവോളയും അരിഞ്ഞത് എടുത്ത് വെച്ചിട്ട് എന്നിട്ട് അത് ഇട്ട് കുക്കറിലിട്ട് വേവിച്ചു. കുക്കറിലിട്ട് വേവിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ വേവാത്ത പോലെ ഇരിക്കും. അങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വേവിച്ചു കേട്ടോ. വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിന് തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും കാന്താരിയും ഉള്ളിയും ഇട്ട് അരച്ചു. അത് അരച്ച് കഴിഞ്ഞിട്ട് ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ തേങ്ങ അരച്ചത് ഇട്ടു അതിൽ. അങ്ങനെ തേങ്ങ അരച്ചിട്ടു. അത് കഴിഞ്ഞ് തേങ്ങ അരച്ച് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കണം. അങ്ങനെ തേങ്ങ അരച്ചിട്ട് ഇളക്കി അങ്ങനെ ഇച്ചിരി അധികം തിളയ്ക്കാൻ പാടില്ല കേട്ടോ. തേങ്ങ അരച്ചത് ഇടുമ്പോഴേ ഒരു തള വന്നിട്ട് നിർത്തണം. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ അത് തിളയ്ക്കുമ്പോഴത്തേനും ഉള്ളിയൊക്കെ അരിഞ്ഞ് അങ്ങനെ ഉള്ളിയും കടുക് പൊട്ടിച്ചിട്ട് ഉള്ളിയും വേപ്പിലൊക്കെ ഇട്ട് വഴറ്റിയെടുത്തുട്ടാ. അങ്ങനെ ഉള്ളിയും വേപ്പിലൊക്കെ ഇട്ട് വഴറ്റി അങ്ങനെ ആ തേങ്ങക്കറിയിൽ ഒഴിച്ചു. അങ്ങനെ ഉച്ചത്തെ പരിപാടി കഴിഞ്ഞു. ചെറുപയർ പിന്നെ തക്കാളി കറി. ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എനിക്ക് പനിയായി കാരണം ശ്വാസം മുട്ടുന്ന പോലെ തോന്നുക. അതാണ് എൻ്റെ ശബ്ദം അടഞ്ഞു പോണത്. ഒന്നും വിചാരിക്കരുത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഇങ്ങനെ ഈ കുക്കിംഗ് ചെയ്യുന്ന വീഡിയോ ഞാൻ പാട്ടിടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് ഈ പിള്ളേർ ചണ്ട കൊട്ടാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചണ്ട കൊട്ടൊക്കെ കേൾക്കും. നമ്മൾ സംസാരിക്കണമെന്ന് കേൾക്കില്ല. അതുകൊണ്ടാണ്